I could make you cynical, make your heart satisfied. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആശാസ് വയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ചായയൊക്കെ വെച്ചിട്ട് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് ഓർത്തു കേട്ടോ. അപ്പം ഞാൻ രാവിലെ കാപ്പിക്ക് ചനക്കടലയും പുട്ടുമാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ ഇന്നൊരു സൺഡേ ആണ്, അപ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. അപ്പം സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒത്തിരി തേങ്ങ വറുത്തരച്ചോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ കുക്കറിൻ്റെ അകത്ത് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പുട്ടാകുമ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാമല്ലോ. അപ്പോൾ അതിനൊപ്പം പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറിയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കൂടുതലൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഉപ്പും 2 മുളകും ഇടുന്നുള്ളേ, പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളവും വെളുത്തുള്ളി എടുത്ത് ഇത്രയാക്കി ഞാൻ കുക്കറിൻ്റെ അകത്ത് വെച്ച് ഒരു 2 വിസിൽ അടുപ്പിക്കത്തേ ഉള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് വേവിക്കാൻ വെച്ചേക്കുവാണേ. മഞ്ഞൾപ്പൊടിയാണ് ഇപ്പം ഞാൻ പൊടിയായിട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ. മഴയൊക്കെ മാറി ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട്. നല്ലൊരു വെയിലൊക്കെ ഉണ്ട്. ഇങ്ങനെ എന്നും ആകുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ 2 ദിവസം ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് വലിയ മടുപ്പ് തോന്നില്ല. മഴയൊന്നും വന്നാലോ എന്ന് ഓർത്ത് പോകും നമ്മൾ. മഴ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിഞ്ഞാവും. അപ്പോൾ ഞാൻ പുട്ടെന്തായാലും നനയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തേ. ഇപ്പം നമ്മൾ പുട്ട് നനയ്ക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പഞ്ചസാര അതിൻ്റെ അകത്ത് ചേർക്കും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുക്കുവേ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒത്തിരി കുതിർത്തിങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചുകൊണ്ടിരിക്കത്തില്ല. ആ എടുക്കുന്ന പൊടിക്ക് ഞാൻ ഒന്നിച്ച് വെള്ളം ഒഴിച്ച് അത് നിറച്ചും അങ്ങ് ആക്കി വെക്കും കേട്ടോ. നന്നായിട്ട് അത് കുതിർത്തി അങ്ങ് വെക്കുവേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ നനയ്ക്കുന്നതെന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ എല്ലാ പൊടിക്കും ഇങ്ങനെയാണോ നനയ്ക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയൊക്കെ കുറച്ചും കൂടെ ഇങ്ങനെ നമ്മൾ നനച്ച് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് പണി എളുപ്പമുണ്ട്. ഇങ്ങനെ ഒത്തിരി നേരം നനച്ചുകൊണ്ടിരിക്കേണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ട് അത് നിറച്ച് വെള്ളം ഒഴിച്ച് ചുമ്മാ ഒന്ന് കുഴച്ചങ്ങ് വെച്ചാൽ മതി. നേരത്തേനും നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി വരുമ്പോഴത്തേനും അത് നല്ലത് ഈ ഒരു രീതിയിൽ ഇരിക്കും കേട്ടോ. അപ്പം ഞാനിനി പുട്ടൊക്കെ അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണെ. പെട്ടെന്ന് തന്നെ പണി തീർന്നില്ലേ. അപ്പം നമ്മൾ ആ നേരം കൊണ്ട് നമ്മുടെ ചനക്കടലയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമല്ല ചേർത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇത്തിരി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുകൊക്കെ വറുത്തു ചേർക്കുന്നുണ്ട്. പിന്നെ അത് മഞ്ഞൾപ്പൊടി എടുത്തിട്ടില്ല, അത് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മുളക് പൊടി മീറ്റ് മസാലയാണ് കേട്ടോ. പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാൻ വിട്ടുപോയതാണ്. നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചനക്കടലയില്ലേ, അപ്പം അത് ഞാനൊന്ന് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഈ ഒരു രൂപത്തിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അത് നമ്മുടെ കറിക്കകത്തേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു പാകം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം എടുത്ത് കുറച്ചുകൂടെ ചേർത്താൽ മതി കേട്ടോ. അപ്പം എൻ്റെ പാചകമൊക്കെ കഴിഞ്ഞിട്ടുള്ള അടുക്കളയിലെ അവസ്ഥയാണ് കേട്ടോ. നിറച്ച് പാത്രമെല്ലാമായിട്ട് കിടക്കുവാണ്. പിന്നെ അത് പതിയെ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അടിച്ചു വാരാനൊക്കെ പോയിട്ടോ. അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇനി അടുക്കളയിലേക്ക് കയറാമെന്ന് ഓർത്തേ. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടാട്ടോ ഇനി അടുക്കളയിലേക്ക് കയറുന്നത്. ഒന്നാമത് രാവിലെ സൺഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ താമസിച്ചല്ലേ എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇനി പാത്രം കഴുകാനായിട്ട് ഞാൻ വന്നേക്കുവാണ്. അപ്പോൾ പാത്രമൊക്കെ പെട്ടെന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യുമ്പം റോബോട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും കുറേ കഷ്ടപ്പെട്ടിട്ടാട്ടോ കഴുകുന്നത്. രാവിലെ എല്ലാം വലിച്ചു വാരി നമ്മൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ഇടുവാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാം. അത് കഴിയുമ്പോൾ പിന്നെ ഒന്നിച്ചങ്ങ് കഴുകുവാണേ. രാവിലെയുള്ള ധൃതിക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ നേരത്തൊക്കെ ആകുമ്പം പിന്നെ കഴുകിക്കൊണ്ട് നിൽക്കാവുന്ന ഒത്തിരി സമയമൊന്നും കിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും പിന്നെ എന്തെങ്കിലും വൈകിട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് കിടക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് വരുമ്പോൾ നമ്മൾ അന്നേരം എടുത്തിരുന്ന കുറേ പാത്രങ്ങൾ കാണും കേട്ടോ. അതെല്ലാം പിന്നെ അവർ പോയി കഴിയുമ്പോഴാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനെല്ലാം ഒന്ന് എടുത്ത് കഴുകി എല്ലാം ഒന്ന് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് അന്നേരം തന്നെ കൈയോടെ തന്നെ അങ്ങ് ചെയ്യുവാണെങ്കിൽ പിന്നെ അടുക്കളയിൽ കയറുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. അത് ഫ്രഷായിട്ട് കിടക്കണ കാണുമ്പോൾ പിന്നെ അടുക്കളയിലേക്ക് വരാൻ തോന്നും, അല്ലെങ്കിൽ അടുക്കളയുടെ ഭാഗത്തേക്കേ പോകാൻ തോന്നത്തില്ല. അത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും അങ്ങനെയാണ് കേട്ടോ. രാത്രിയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കിടന്നില്ലേ രാവിലെ എഴുന്നേക്കാൻ തന്നെ തോന്നത്തില്ല. അത് അന്നേരം തന്നെ അതങ്ങ് തീർത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് എഴുന്നേറ്റ് വരാൻ തോന്നും കേട്ടോ. പിന്നെ ഞാൻ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ തലേദിവസത്തെ എൻ്റെ വ്ളോഗിൻ്റെ അകത്ത് കണ്ടിട്ടില്ലായിരുന്നോ, അവിടെ പുല്ലൊക്കെ ചെത്തിയെന്ന് പറഞ്ഞില്ലായിരുന്നോ. അതെല്ലാം അന്ന് വാരി കളയാനുള്ള സമയമില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടത് ഞാൻ എന്നാണ് അത് ചെയ്തത്. രാവിലെ അതെല്ലാം ചെയ്ത് വെച്ചിട്ട് എല്ലാം ഒന്ന് അടിച്ചു വാരിയൊക്കെ കളഞ്ഞു. പിന്നെ ഞാൻ ചോറിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വാർത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉച്ചത്തേക്കുള്ള ചോറിൻ്റെ പരിപാടി ചോറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബീഫ് കറി വെക്കാമെന്ന് ഓർത്തോണ്ടാട്ടോ ഉച്ചയ്ക്ക്.
അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സവോളയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ സിമ്പിളായിട്ട് വെക്കാവുന്ന ബീഫ് കറിയാണ്. അപ്പോൾ ഒത്തിരി സമയം എടുത്തിട്ടൊന്നും വെക്കുന്നതല്ല. അപ്പോൾ എൻ്റെ കറികളൊക്കെ സിമ്പിളാട്ടോ, ഒത്തിരി സമയം എടുത്ത് വെക്കുന്നൊന്നും അല്ല കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ടക്കെന്ന് വെച്ചപ്പോഴത്തേനും നമ്മുടെ ബീഫ് കറിയൊക്കെ ഉണ്ട്. അപ്പം അതിന് മുമ്പിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ഷോർട്സിലുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും മഴയൊന്നുമില്ല, ഇടയ്ക്ക് മൂടലൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. വലിയ വെയിലുമില്ല, അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മളൊരു പാൽച്ചായയിലല്ലേ തുടങ്ങിയത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പം ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാമെന്ന് ഓർത്തു. കട്ടൻ ചായയുടെ കൂടെ നമുക്ക് അവൽ നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാമെന്ന് ഓർത്തു കേട്ടോ. ഞാൻ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് വന്നിരുന്ന് കഴിക്കുമായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. പിന്നെ എങ്ങനെയാണ് എൻ്റെ വ്ളോഗൊക്കെ, എങ്ങനെയാണ് അഭിപ്രായമൊക്കെ എല്ലാവരും പറയണം കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ അപ്പം നമുക്ക് കാണാം കേട്ടോ.